അഹങ്കരിച്ചു പൊങ്ങരുത്. അടുത്തത്, അവൻ കൽപ്പന വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയാതെയും ഇരിക്കേണ്ടതിനും അവനും അവന്റെ പുത്രന്മാരും ഇസ്രായേലിന്റെ ഇടയിൽ ദീർഘകാലം രാജ്യപാലം ചെയ്യേണ്ടതിനുമായി അവൻ തന്റെ ആയുഷ്കാലം ഒക്കെയും അത് വായിക്കുകയും വേണം. ഇതാണ് പ്രമാണം. അപ്പൊ പ്രധാനമായിട്ട് പറയുന്നത് ന്യായപ്രമാണത്തിന്റെ കോപ്പി വരണം. 2, ഹൃദയം അഹങ്കരിച്ച് പൊങ്ങരുത്. 3, പിള്ളേരുണ്ടെങ്കിൽ ഉപദേശം പറഞ്ഞ് പിള്ളേരെ ഉപദേശത്തിൽ വളർത്തണം. ഇങ്ങനെ ചെയ്താൽ നിന്റെ രാജ്യത്വം നിലനിൽക്കും. ശൗല് ഇതൊന്നും ശ്രദ്ധിച്ചില്ല. ഒരു കോപ്പിയും പുള്ളിയുടെ കയ്യിൽ ആകെ കൂടെ ഉള്ളത് കുന്തമാണ്. എപ്പ കണ്ടാലും അഭിഷേകം ഉള്ളവനെ കുത്തും. കയ്യിലൊരു നല്ല കുന്തമുണ്ട്. പുള്ളിക്ക് ആകെ കൂടെയുള്ള ശുശ്രൂഷ കുത്ത്. നല്ല കുത്ത. ഒത്തിരി കുത്തിയതെല്ലാം ഭിത്തിയില്. ഒറ്റ കുത്ത് ദാവീദിന് കൊണ്ട്. ദാവീദങ്ങ് ഒഴിഞ്ഞു മാറി. ദൈവദാസന്മാര് ഒഴിഞ്ഞു മാറിക്കോണം. ഒഴിഞ്ഞങ്ങ് മാറിയേക്കണം. ചിലപ്പോ അവര് പറയും പേടിച്ചെന്ന്, തോറ്റെന്ന്, ഷെഡി കയറി. അങ്ങനെയൊക്കെ ആണല്ലോ ഇപ്പം ഡയലോഗ്. ഷെഡി കയറി പേടിച്ച്, കേട്ടോ, ഇതോടെ തീർന്നു. അതങ്ങനെ ഇരിക്കട്ടെ, നല്ലതാ. ഒഴിഞ്ഞു മാറുന്ന നല്ലതാ. നേർക്ക് നേരെ ചെല്ലാതിരിക്കുന്ന നല്ലത്. ഒഴിഞ്ഞങ്ങ് മാറി. ഒത്തിരി കുത്തിയതെല്ലാം ഭിത്തി. ദാവീദ് ഒഴിഞ്ഞു മാറി. ന്യായപ്രമാണത്തിന്റെ കോപ്പി കയ്യിലിരിക്കണം. ന്യായപ്രമാണത്തിന്റെ കോപ്പി ഒന്നുമില്ല, കൈ കുന്തവാ. 2, സഹോദരന്മാർക്ക് വിരോധമായിട്ട് ഹൃദയം പൊങ്ങരുത്. അയ്യോ, ഹൃദയവും പൊങ്ങി അങ്ങേയറ്റം പൊങ്ങി ഒടുവിൽ ദുരാത്മബാധിതനായി മൊരയും പതയും ചാടി ഭൂതം കയറി എന്തെല്ലാം വിക്രിയകളാ പുള്ളി. 3, പിള്ളേർക്ക് ഉപദേശം പറഞ്ഞ് ഉപദേശത്തിൽ വളർത്തണം. 3 പിള്ളേരുണ്ടായിരുന്നു. യോനാഥാൻ, അബീനാദാബ്, മൽക്കീഷുവ. പിള്ളേരെ പട്ടാളത്തിൽ വിട്ടു, മിലിറ്ററിയില്. അങ്ങനെയാണല്ലോ ഇപ്പൊ ആൾക്കാർ. പിള്ളേരെ മോനെന്ത് ചെയ്യും? അവൻ ജൂഡോയാന്ന്. വേറൊരുത്തൻ പറഞ്ഞു എന്ത് ചെയ്യുമ്പോ കുംഫു. അവസാനം നാട്ടിലുള്ള പിള്ളേർ ഇതെല്ലാം നമ്മ കട്ടിലടി കയറി. കുംഫു 2 ദിവസം. പിന്നെ രാത്രി 2:30 കമ്പിളിപ്പാറപ്പെട്ട് പുതപ്പിച്ച് ഓട്ടോയിൽ ആരും കാണാതെ കുംഫുവിന് അല്ല റോഡ് പണിക്കും കരികല്ലിലെ പണിക്കാണ് അച്ചായന്റെ കയ്യിൽ അടിച്ചു തന്നെ. വലിയ ക്രെഡിറ്റിലാ പറഞ്ഞത്. മോൻ അവൻ ജിമ്മ്, പിന്നെ അവന്റെ മാസം, അവൻ രാവിലെ ഇങ്ങനെ. കുഴപ്പമൊന്നുമില്ല. പിള്ളേർക്ക് ഉപദേശം പറഞ്ഞു ഉപദേശത്തിൽ വളർത്തണം, നടത്തിയില്ല. പിള്ളേരെ മിലിറ്ററി വിട്ടു. അതുകൊണ്ട് എന്തുവാ, അപ്പന്റെ മുന്നിൽ കിടന്ന 3 പിള്ളേര് വെട്ടുകൊണ്ട് ചാകുന്നത് സ്വന്തം കണ്ണുകൊണ്ട് കണ്ടു. ഇത് കൂടുതലെന്നാ കാണാന്? സ്വന്തം മക്കൾ അപ്പന്റെ മുന്നിൽ കിടന്ന് ഫെലിസ്ത്യന്റെ വെട്ടുകൊണ്ട് പിടഞ്ഞു മരിക്കുന്ന കഠോരമായ കാഴ്ച കണ്ട് ശൗൽ ഞെട്ടി, പേടിച്ചരണ്ടു പോയി. ഇപ്പൊ പേടിച്ചിട്ട് കാര്യമില്ല, നേരത്തെ നോക്കണം. അതെ, ശൗല് അങ്ങനെ പ്രമാണത്തിൽ നിന്നില്ല. അതുകൊണ്ട് ശൗലിനെ നീക്കിയിട്ട് ദൈവം ദാവീദിനെ ബോധിച്ച പുരുഷനാക്കി. ശൗലിന്റെ മരണം ദാരുണ മരണമാണ്. ശൗല് മരിച്ചത് എങ്ങനെയാണ്? ശാമുവേലിന്റെ 1-ാം പുസ്തകം 31 പഠിക്കുമ്പോൾ ആത്മഹത്യ ചെയ്തതാണെന്ന് തോന്നും. പക്ഷെ 2 ശാമുവേൽ ഒന്നുകൂടെ ചേർത്ത് പഠിച്ചാൽ ആത്മഹത്യ ചെയ്തു. പക്ഷെ ഒക്കാതെ വന്നപ്പോൾ അമാല്യക്കും വെട്ടിക്കൊന്നു. ദാരുണ മരണം. 3 പിള്ളേര് വെട്ടേറ്റ് പിടഞ്ഞു മരിച്ചു. എന്തിനേറെ, ദാവീദിനെ ദൈവം രാജാവാക്കി. ദാവീദ് രാജാവായി കഴിഞ്ഞാൽ കാര്യങ്ങൾക്കെല്ലാം ഓർഡർ വരുന്നത്. മില്ലോ പണിതു, സമ്പാദനകരം പണിതു, ആരാധന ക്രമീകരിച്ചു, സംഗീതക്കാരെ നിയമിച്ചു, കൂറിന്റെ ക്രമത്തിൽ പുരോഹിതന്മാരെ എല്ലാം കൊണ്ട് എല്ലാം ഓർഡറാക്കി. നമ്മുടെ കാലത്തെല്ലാം ഓർഡറാകണം. ഞാൻ പറയുന്നുണ്ട്, നമ്മളൊരു സഭയിലോ ഒരു സ്ഥലത്തോ ചെന്നാൽ എല്ലാം അത് ഓർഡർ ആകണം. കുഴച്ചേച്ച് പോകരുത്, കുഴക്കരുത്, എല്ലാം അത് ഓർഡർ ആയിട്ടിരിക്കണം. ദാവീദിന്റെ കാലത്തല്ല, ശൗലിന്റെ കാലത്ത് ഇത് ഓർഡർ ഒന്നുമില്ല. ശൗലിന് ഇത് ഓർഡർ ആക്കാൻ നേരമില്ല. പുള്ളി എപ്പോഴും ഇല്ല, എവിടെ മാതളനാരത്തിന്റെ കീഴില്ല. 14 വായിച്ചേ. പുള്ളിക്ക് പ്രാർത്ഥിക്കാനും ആരാധിക്കാനും ഒന്നും നേരമില്ല. എപ്പോഴും മാതളം അടിച്ചു കിടക്കുക. വായിച്ച് 14:1 ശൗലിന്റെ 1-ാം പുസ്തകം 14:1. ഒരു ദിവസം ശൗലിന്റെ മകൻ യോനാഥാൻ തന്റെ ആയുധവാഹനത്തോട് വരിക, അങ്ങോട്ട് ഫെലിസ്ത്യരുടെ പട്ടാളത്തിനോട് ചെല്ലുക. പിന്നെ അവൻ അപ്പനോട് പറഞ്ഞില്ല, മൂപ്പലയോട് പുള്ളി പറഞ്ഞില്ല. കാരണം മൂപ്പല തന്നെ എടുക്കുക. അടുത്ത വാക്യം, ശൗൽ ഗിബയുടെ അതിരിങ്കൽ മിക്രോനിൽ മാതളനാരകത്തിന്റെ കീഴില്ല. പുള്ളി ഇപ്പൊ ഭരണമൊന്നും വിഷയമല്ല, ആരാധനയും പ്രാർത്ഥനയൊന്നും പുള്ളിക്ക് ഇപ്പം
വിഷയമല്ല. പുള്ളിക്ക് മാതളത്തിന്റെ കീഴിൽ നിന്ന് മാതളം കഴിക്കുക, ശരീരകാന്തി വർദ്ധിപ്പിക്കുക, പിന്നെ മാതളത്തിന്റെ തോട് തേനിനകത്ത് ചാലിച്ച് മാസത്തിൽ പോയി ഡൈ അടിക്കുക. പിന്നെ ഉണ്ടല്ലോ തേക്കുന്നതൊക്കെ ഉണ്ടല്ലോ, ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നില്ലേ? പിന്നെ ഫെലിസ്തീൻ വന്ന് വാളയം അടിച്ച് കിടക്കുക, പുള്ളിക്ക് അത് വിഷയമല്ല, വിഹിതമല്ല. അതുകൊണ്ട് നിങ്ങളുടെ ഇടയിൽ നിന്ന് ജ്ഞാനവും വിഹിതമല്ല. അതുകൊണ്ട് നിങ്ങളുടെ ഇടയിൽ നിന്ന് ജ്ഞാനവും നല്ലതാറ്റവും പരിശുദ്ധാത്മ നിറവുള്ള 6 പേരെ തിരഞ്ഞെടുക്കും. ഞങ്ങളോ പ്രാർത്ഥനയിലും വചന ശുശ്രൂഷയിലും ഉദ്ധരിക്കും. പ്രമാണമൊക്കെ ഇതാ. അതെ, ഓടിച്ച് മുമ്പോട്ട് പോകാം. ശൗലിന് ഇതൊന്നും വിഷയമല്ല. പുള്ളി മിക്രോനിൽ മാതളനാരകത്തിന്റെ കീഴിൽ കാറ്റുമൊക്കെ കൊണ്ട് സുഖവാസം. ഇപ്പൊ ചില പറഞ്ഞില്ലേ, ഇപ്പോൾ വിശ്രമ ജീവിതമാണ്. അങ്ങനൊരു ജീവിതം പുസ്തകത്തിലില്ല. മരണം വരെ ശുശ്രൂഷ, ആയുസ്സും ആരോഗ്യവും അവൻ ഓർമ്മയും ഉണ്ടെങ്കിൽ ആർക്കും ഒന്നും വരാതിരിക്കട്ടെ. എന്റെ സഹപടന്മാരോടും പിതാക്കന്മാരോടും പറയാ, ആരോഗ്യവും ആയുസ്സും ദീർഘായുസ്സും എല്ലാവർക്കും ദൈവം തരട്ടെ. മരണം വരെ ആ ശുശ്രൂഷ. ഇതിനകത്ത് റിട്ടയർമെന്റ് ഒന്നും ഇല്ല, സ്തോത്രം ഇല്ലെന്ന്. ഇപ്പൊ ചെല്ലി പറഞ്ഞ അതാരാ? അത് ഞങ്ങളുടെ റിട്ടയർഡ് പാസ്റ്റാണ്. എടാ പോടാ, ആരുടെ റിട്ടയർഡ് പാസ്റ്റ്? ബോധമെന്ന് പറയുന്നത് എവിടെ ചെന്ന് തീരും? പിള്ളേരുകൾ ആ രാജ്യം രണ്ടായത് യഹോവയാമിന്റെ കാലത്ത്. പുസ്തകം വായിക്കണം. എബ്രാഹിം മൊത്തത്തിൽ നബാത്തിന്റെ മകനാകുന്ന യൊരേബയ, അപ്പറേ ശലോമോന്റെ മകൻ യഹോവയ. പിള്ളേര് പറഞ്ഞു കൊടുത്ത് വല്യപ്പമ്മനെ ഒന്നും കാര്യമൊക്കെ തട്ടിക്കളഞ്ഞേക്കാൻ. രാജ്യം രണ്ടായി. ചിന്തിരിപ്പുണ്ടാക്കും. പ്രായമുള്ളവർ വേണം. പട്ടത്തിലൊരു ജ്ഞാനി വാർത്തല്ലോ, സഭാപ്രസംഗയില് ഒരു ജ്ഞാനി ആ കാര്യം പറഞ്ഞു കൊടുത്തു. ദൈവത്തിന് മഹത്വം. പ്രായമുള്ളവർ സഭയെ വേണം, പിതാക്കന്മാര് വേണം, മാതാക്കള് വേണം. അപ്പൊ പ്രായമുള്ളവർ എങ്ങനെയും പോയി കിട്ടണമെന്ന് ഓർത്ത് പ്രാർത്ഥിക്കുക ആൾക്കാർ. നിനക്ക് ഇത് തന്നെ ഗതിയെന്ന് ഓർത്തോണം. അതാ ഞാൻ ആ ഭാഗം ഒന്ന് വിടുകയാണ്. ദൈവത്തിന് മഹത്വം. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ശൗലിന് ഇതൊന്നും വിഷയമല്ല. എന്നാൽ ദാവീദിന്റെ കാലം വന്നപ്പോൾ ഇതെല്ലാം ഓർഡറാക്കി. മില്ലോ പണിതു, കോട്ട പണിതു, സംഭാരനഗരം പണിതു, ആഭ്യന്തരം സുസജ്ജമാക്കി, ആരാധന ക്രമീകരിച്ച് പെട്ടകം ദാവീദ് കുതിരിച്ചു കൊണ്ടുവന്നു. അതല്ലേ പ്രധാന വിഷയം. ശൗലിന്റെ കാലത്ത് ഇത് ഗണ്യമാക്കിയില്ല. എന്നാൽ ദാവീദ് പെട്ടകം തിരിച്ചുകൊണ്ട് എന്ന് പറഞ്ഞാൽ ആരാധന യഥാസ്ഥാനത്താക്കി. എല്ലാം ക്രമീകരിച്ചിട്ട് ദാവീദ് പറയുന്ന ഒരു ഭാഗം ആ കുറുവാക്യം വായിച്ചത്. ഇനി 9-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം വായിച്ചേ. കുറുവാക്യം. ദാവീദ് അവനോട് ഭയപ്പെടേണ്ട, നിന്റെ അപ്പനായ യോനാഥാന്റെ നിമിത്തം ഞാൻ നിന്നോട് ദയ കാണിച്ച് നിന്റെ അപ്പനാകുന്ന ശൗലിന്റെ നിലമല്ല ഞാൻ നിനക്ക് മടക്കിത്തരും. ഓടിച്ചു പറയാ. ദാവീദ് അവനോട് പറയുക ഭയപ്പെടേണ്ട. ആരോടാ ഇത് പറയുന്നത്? മെഫീബോശത്തിനോടാ പറയുന്നത്. ആരായി മെഫീബോശത്ത്? യോനാഥാന്റെ മകൻ, ശൗലിന്റെ കൊച്ചുമകൻ, ബെന്യാമീൻ ഗോത്രക്കാരനാ. അപ്പൊ യോനാഥാന്റെ മകനാകുന്ന മെഫീബോശത്തിനോട് ദാവീദ് പറയുക, മെഫീബോശത്തെ ഭയപ്പെടേണ്ട, നിന്റെ അപ്പനാകുന്ന യോനാഥാന്റെ നിമിത്തം ഞാൻ നിന്നോട് ദയ കാണിച്ച് നിന്റെ വല്യപ്പന്റെ നിലമെല്ലാം നിനക്ക് മടക്കി തരിക. പിന്നെ നീയോ നിത്യം എന്റെ മേശയിൽ നിന്ന് ഭക്ഷണം കഴിക്കണം എന്ന് പറഞ്ഞാൽ ഇത് പറയാൻ കാര്യമുണ്ട്. ഓടിച്ചോടിച്ച് വായിച്ച് സഹായിക്കണം. സമയം പോകുന്നത് കൊണ്ട് കടികടാന്ന് വായിക്കണം. യോനാഥാന്റെ മകനാകുന്ന മെഫീബോശത്തിനോട് ദാവീദ് ഇത് പറയാൻ കാര്യം 9-1 വായിച്ചേ. അനന്തരം ദാവീദ്, ഞാൻ യോനാഥാന്റെ നിമിത്തം ദയ കാണിക്കേണ്ടതിന് ശൗലിന്റെ കുടുംബത്തിൽ ആരെങ്കിലും ശേഷിച്ചിരിക്കുന്നുവോ? ദാവീദ് ഒരു ചോദ്യം ചോദിക്കുക. ഞാൻ യോനാഥാന്റെ നിമിത്തം ദയ കാണിക്കാൻ ശൗലിന്റെ കുടുംബത്തിൽ ആരേലും ഉണ്ടോ? ഈ ചോദ്യം ചോദിക്കാൻ കാര്യം നാട്ടിൽ കേട്ടിരിക്കുന്ന വർത്തമാനം. ശൗലിന്റെ കുടുംബം മുഴുവൻ നശിച്ചു പോയി. ഒരെണ്ണം ആ കുടുംബത്തിലില്ല. നാം നാട്ടിൽ കേട്ട വർത്തമാനം. ഞങ്ങളുടെ നാട്ടിൽ അതിന് പറയുന്ന കരക്കമ്പി എന്ന് പറയും. കരക്കമ്പി അടിച്ചിരിക്കുന്നത് ശൗലിന്റെ കുടുംബം മുഴുവൻ മുടിഞ്ഞ് മുണ്ടക്കോല തല്ലി. അതിന്റെ വെളിച്ചത്ത് ദാവീദ് ചോദിക്കുക, ഇനി ആരേലും ഉണ്ടോ? എന്തിന്? ഞാൻ യോനാഥാന്റെ നിമിത്തം. അതെന്നാ യോനാഥാന്റെ നിമിത്തം ദയ കാണിക്കാൻ? യോനാഥാനും ദാവീദും ഉറ്റമിത്രങ്ങളാണ്. 18-1 വായിച്ചേ. ശാമുവേലിന്റെ 1-ാം പുസ്തകം 18-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം. എല്ലാം അറിവുള്ള വാക്യമാ, വായിച്ചു.
അവൻ ശൗലിനോട് സംസാരിച്ചു തീർന്നപ്പോൾ ആ. യോനാഥാന്റെ മനസ്സ് ദാവീദിന്റെ ദാവീദിന്റെ മനസ്സോട് പറ്റിച്ചേർന്നു. യോനാഥാൻ അവരെ ആ. സ്വന്തം പ്രാണനെ പോലെ ദാവീദിനെ യോനാഥാൻ സ്നേഹിച്ചു. വിവരിക്കുന്നില്ല സ്നേഹിക്കാൻ കാരണം 17-ാം അധ്യായത്തിലെ ശുശ്രൂഷയാണ്. എന്തുവാ 17-ലെ ശുശ്രൂഷ? അയ്യോടി നെടുപ്പമുള്ളൊരുത്ത നിൽക്കിയ ഗോലിയാത്ത്, അവന്റെ ഉയരം എത്രയാ? 6 മുഴം 1 യാണ്. കടാമുട്ടനടുത്ത് നിൽക്കുക. 17-4 17-4 ഇവന്റെ പ്രകൃതി. അപ്പോൾ ഫെലിസ്ത്യരുടെ പാളയത്തിൽ നിന്ന് അപ്പോൾ പെലിസ്ത്യരുടെ പാളയത്തിൽ നിന്ന് ഗത്തിനായ ഗോലിയാത്ത് എന്നൊരു മല്ലൻ പുറപ്പെട്ടു വന്നവൻ 6 മുഴം 1 ഞാൻ നെടുപ്പ്, അവന്റെ തലയിൽ വലിയ താമര ശിരസ്സൻ, അവൻ 5000 ശേക്കെൽ തൂക്കമുള്ള താമര കവചം ധരിച്ചവന് കാറ്റത്തേക്ക് ചുമലി താമര കൊണ്ടൊരു വേലുമുണ്ട്. അവന്റെ കുന്തത്തിന്റെ തണ്ട് നെയ്ത്തുകാരന്റെ പടപ്പ് തടി പോലെ, കുന്തത്തിന്റെ അലക 600 ശേക്കെൽ ഇരുമ്പ്. ഒരു പരിചയക്കാരൻ അവന്റെ മുൻപിലുമുണ്ട്. വ്യാഖ്യാനിക്കാൻ നേരമില്ല. 6 മുഴം ഉയരമുള്ള 1 ഞാൻ നെടുപ്പുള്ള ഒരു ഗടാമുട്ടൻ ഒരുത്തൻ. ഇവൻ തനി പിശാച. കാരണം ഇവൻ കണക്ക് തെറ്റിയവനാ. 6 മുഴം 6 എന്നുള്ളത് തന്നെ സാത്താന്യ കണക്കാ. 6-ാം ദിവസം മനുഷ്യൻ സൃഷ്ടിച്ചു. ആ മനുഷ്യൻ പാപം ചെയ്തപ്പോൾ 6 എന്നുള്ളക്കം സാധാന്യമായി. അതുകൊണ്ടാണ് മിസ്രൈമിൽ ജനിച്ച പിള്ളേർ 6, മിസ്രൈമിലെ ഭക്ഷണം 6, ദാനിയേൽ പ്രവചനം 3 ബിംബത്തിന്റെ ഉയരം 60, വണ്ണം 6, മുഴുവൻ 6. സാധാന്യ മുദ്ര വെളിപ്പാടിൽ 3, 6, 6, 6, 6. അപ്പൊ 6ന്റെ അക്കവും പെരുക്കവും എല്ലാം സാധാന്യമാണ്. അതാണ് നമ്മൾ 6 ദിവസം ഒന്നും ഉപവാസ പ്രാർത്ഥന വെക്കാത്ത. നമ്മൾ വെക്കുന്നതല്ല 1, 3, 7, 21. 6 തന്നെ വെക്കാത്ത. 6 സാത്താന്റെ കണക്കാം. അപ്പൊ 6ന്റെ അക്കവും പെരുക്കവും സാധാന്യം. അങ്ങനെ 6 മുഴം ഉയരമുള്ളവൻ തനി പിശാച. ഇവനെ വന്നങ്ങോട്ട് നിന്ന് വെച്ച് വെല്ലുവിളിക്കും. ഇവന്റെ വെല്ലുവിളി 8-ാം വാക്യം വായിച്ച് ഓടിച്ചോടിച്ച് പോകാം. 8-ാം വാക്യം വായി 8. അവൻ ഇന്ന് ഇസ്രായേൽ നിരകളോട് വിളിച്ചു പറഞ്ഞത്, നിങ്ങൾ വന്ന് പടക്കി അണിനിരക്കുന്നതിന് ഞാൻ പെലിസ്ത്യനെ നിങ്ങളുടെ യൗവനന്റെ ജയകരമല്ലയോ? നിങ്ങൾ ഒരുത്തനെ തെരഞ്ഞെടുത്ത് ഇറക്കപ്പെടണം. അവനുമായിട്ട് ഞാൻ പൊരുതും. അവൻ എന്നെ തോൽപ്പിച്ച ഞങ്ങളല്ല നിങ്ങൾക്ക് അടിമ, അല്ല ഞാൻ അവനെ തോൽപ്പിച്ച നിങ്ങളല്ല ഞങ്ങൾക്ക് അടിമ. ഇതാ വെല്ലുവിളി. ഇസ്രായേലിൽ മിടുക്കന്മാർ നിൽക്കുക, ഒറ്റ ഒരുത്തൻ ചെല്ലുന്നില്ല വെല്ലുവിളിക്കുമ്പോ. BTH, BD, MDY, MTH, റിസർച്ച്, ഡോ, റവ, മൈദ, ആട്ട, ഗോതമ്പ് പൊടി, പിന്നെ പയറ് പൊടി എല്ലാം ഇഷ്ടം പോലെ വിവരിക്കുന്നില്ല. എന്തോ ചെയ്തു. 24-ാം വാക്യം വായിച്ച 24. അവനെ കണ്ടപ്പോൾ ഇസ്രായേലൊക്കെയും ഏറ്റവും ഭയപ്പെട്ട് അവന്റെ മുൻപിൽ നിന്ന് ഓടി. എങ്ങനെയുണ്ട്? ഡോയും റയും അല്ല, ഓട്ടടാ ഓട്ട ഉഷ പോലും ഒപ്പ് എത്തുന്നില്ല. സകല ഡോയും റവയും മൈദയെല്ലാം ഓടി ഊപ്പാട് വരിക. കാരണം ഒരുത്തൻ നിന്ന് വെല്ലുവിളിക്കുന്നു. തൻ്റെ കൊണ്ടേ വരാൻ സകല എണ്ണ ഓടി. ഞാൻ വിവരിക്കുന്നില്ല. ഓടിപ്പോയപ്പോൾ ഒരു പയ്യൻ കയറി വന്നു. അതാ ദാവീദ്. ദാവീദ് കയറി വന്ന അവൻ ചേട്ടായിമാര് ഷമ്മ, ഏലിയാബ്, ശിമയി ഒക്കെ ഉണ്ട്. അപ്പം പയ്യനെ കണ്ടപ്പം ചേട്ടായി വെച്ചു, ഞങ്ങൾ 21 നിന്നിട്ട് 40 ഇരുന്നിട്ട് അവൻ താഴെ വിടുന്നു. നീ ആടിനെയൊക്കെ ഏൽപ്പിച്ചു. അവനെ ഞാൻ താഴെ ഇടും. ഒന്നോടത്തും ചോദിച്ചു, ഏത് സാർ AG ആണോ? നമ്മൾ AG DG ഒന്നുമല്ല, IPC ആണോ? ഞാൻ ഇന്ന് വരെ കുമ്പനാട് കണ്ടിട്ട് പോലും. ചച്ചക്കോണാണോ? എനിക്കറിയത്തില്ല. ഷാരോനോ? എനിക്കതൊന്നും അറിയത്തില്ല. മെയിൻ ആൾക്കാർക്ക് ഞങ്ങളിവിടെ സമയം കൊടുക്കുകയുള്ളൂ. മെയിനല്ല എനിക്ക് 40 ദിവസമായിട്ട് എല്ലാം ഉച്ച കഴിഞ്ഞ് ഓടുക. രാവിലെ വരും, ഉച്ച കഴിഞ്ഞ് ഓടും. പയ്യൻ പറഞ്ഞ് ഞാൻ ചട്ടക്കോടും IPC അസംബ്ലി കൂടെ ഷാരോനും TPM ന്യൂ ഇന്ത്യയും ഒന്നുമല്ല. പക്ഷെ ഒരു കാര്യം അറിയാം, എൻ്റെ മേലൊരു അഭിഷേകമുണ്ട്. അപ്പൊ ഒരുത്തൻ ചോദിച്ചു, എന്തുവാ നിന്റെ അഭിഷേകം? അത് സാക്ഷ്യത്തിന് 2 മിനിറ്റ്. എന്നെ പറഞ്ഞു, സാക്ഷ്യത്തിന് അങ്ങനെ വെളിയിൽ നിന്ന് വരുന്നവർക്ക് ഞങ്ങൾ എങ്ങനെ കൊടുക്കുക? അത് പിന്നെ കമ്മിറ്റിക്കാരോട് ചോദിക്കണം. കമ്മിറ്റിയിലുള്ളത് ഒരു സാക്ഷ്യവും ഇല്ലാത്തതാണ്. എന്നാലും വേറൊരാൾ സാക്ഷി പറയണമെങ്കിൽ അവരോട് ചോദിക്കണം. അങ്ങനെ സാക്ഷ്യം ചോദിക്കും. അങ്ങനെ പറഞ്ഞു, ഇനി അങ്ങനെ വെളിയിൽ നിന്ന് വരുന്നവർക്ക് കൊടുക്കാനൊന്നും സമയം ഇല്ല. ബേച്ചായം പറയാനുണ്ട്, ജോർച്ചായം പറയാനുണ്ട്. തങ്കച്ചായൻ ലാസ്റ്റ് എഴുന്നേക്കും. തങ്കച്ചായന്റെ വൈഫാണ് സഹോദരിമാരുടെ കൂട്ടത്തിൽ ഒടുവിൽ എഴുന്നേക്കുന്നത്. എല്ലാം വലിയ പുള്ളിക്കാരാണ്. അപ്പൊ അതിനിടയ്ക്ക് ഇവൻ എങ്ങനെ പറഞ്ഞു, എനിക്ക് തോന്നുന്ന പയ്യൻ എന്തോ സാക്ഷ്യമുണ്ട്. ഒരു കാര്യം ചെയ്യും, ഒരു 1.5 മിനിറ്റ് കൊടുക്കുക. മറ്റേതെല്ലാം 8 മിനിറ്റ് മെനക്കേടാ. ഇവൻ 1.5 മിനിറ്റ്. അപ്പം പറഞ്ഞു, എടാ പിന്നെ നമ്മൾ കമ്മിറ്റി പറഞ്ഞു, പിന്നെ വേവിച്ചാൽ കനിഞ്ഞത് കൊണ്ടാണ് നിനക്ക് 1.5 മിനിറ്റ് തീരുന്ന എടുക്ക്. അവൻ പറഞ്ഞു, എനിക്ക് 1.5 വേണ്ട, 1 മതി, അരയും കൂടെ വേവിച്ച് കൊടുത്തേക്കാൻ പറഞ്ഞു.
അവൻ പറഞ്ഞ സാക്ഷ്യം ഇതാ, ഒരിക്കൽ എന്റെ അപ്പന്റെ ആടുകളെ മേടിച്ചോടുന്നപ്പോ ഒരു സിംഹം വന്ന് ആട്ടുംകുട്ടിയെ പിടിച്ചു, നോക്കി നിന്നില്ല, മേത്താടിയും കീത്താടി അകത്തിയ ആട്ടുംകുട്ടിയെ പിടിച്ചു വാങ്ങി. ഇതുപോലെ ഒരു കരടി ഒരിക്കൽ വന്നു, അവന് കരടി വന്ന് എന്റെ ആട്ടുംകുട്ടിയിൽ നിന്ന് ഒന്നിനെ പിടിച്ചപ്പോ നോക്കി ഒറ്റയടിക്ക് കരടിയെ ഒതുക്കിയപ്പം അവന്റെ ഇത് ആട്ടുംകുട്ടിയെ, എന്റെ ഭാഷ പറഞ്ഞ സിംഹം വന്നപ്പോ സിംഹത്തെക്കാളും ബലം, കരടി വന്നപ്പോ കരടിയെക്കാളും ബലം. അങ്ങനെയെങ്കിൽ ഗോലിയാത്താ നിൽക്കുന്നത്, അവനിലും ബലം പകരാൻ പോവാ. നിനക്കെതിരെ വരുന്നതിനെ തകർക്കുന്ന ദൈവശക്തിയാ നിന്റെ മേൽ പകരുന്നത്. ബ്രെയിൻ ട്യൂമർ ആണെങ്കിൽ അതിനെ നിർവീര്യമാക്കുന്ന ആത്മശക്തിയാ നിന്റെ മേൽ പകരാൻ പോകുന്നത്. ക്യാൻസർ ആണെങ്കിൽ അതിനെ നിർവീര്യപ്പെടുത്തുന്ന ആത്മശക്തിയാ നിന്റെ മേൽ പകരുന്നത്. അവൻ പനിയാണെങ്കിൽ പനിയെ നിർവീര്യമാക്കുന്ന ദൈവശക്തിയാ നിന്റെ മൺകൂടാരത്തിൽ പകരുന്നത്. നിനക്ക് വിരോധമായിട്ട് ആര് വന്നാലും, ഏത് ശക്തി വന്നാലും, അത് രോഗമാകട്ടെ, പീഡകളാകട്ടെ, ഏത് പ്രതികൂലമാകട്ടെ വന്നാൽ അതിനെ നിർവീര്യമാക്കുന്ന ആത്മശക്തിയാ എന്റെ നിങ്ങളുടെ മൺകൂടാരങ്ങളിൽ പകരും. സിംഹം വന്നപ്പോൾ സിംഹത്തെക്കാളും ബലം, കരടി വന്നപ്പോൾ കരടിയെക്കാളും ബലം. അങ്ങനെയെങ്കിൽ ആറുമുട ഉയരമുള്ള ഇവനിലും ബലം ദൈവം എനിക്ക് പകരുക. ഹല്ലേലൂയ. ഈ സാക്ഷ്യമല്ല വിവരിക്കുന്നില്ല, സാക്ഷ്യമെല്ലാം കേട്ട് എന്തിനാണ് ദാവീദ് സാക്ഷ്യമെല്ലാം പറഞ്ഞ് അവര് ചോദിച്ചു, അബ്നേരെ പയ്യൻ ഏതാടാന്ന് ചോദിച്ചു. പയ്യൻ ഇശായിയുടെ ഇളയനാണ്. നമ്മുടെ ബൈബിൾ സ്കൂളിലാണോ പഠിച്ചു? അബ്നേര് നമ്മുടെ ബൈബിൾ സ്കൂളിൽ പഠിച്ചതല്ലാണ്ട് ഓടുന്നെന്ന് പറഞ്ഞു. വീട്ടിൽ വീടി ആൾക്ക് ഓടടാ, ഓട്ടം ചിലടെ വീടി ഉണ്ടെന്ന് പറഞ്ഞു, വലിച്ചോണ്ടാ ഓടുക. അപ്പം ദാവീദിന്റെ കയ്യിൽ ബീഡിയും സിഗരറ്റും ഒന്നും ഇല്ലെങ്കിലും ഒരു കിന്നരമുണ്ട്. ആ കിന്നരം എടുത്ത് തൂര്യ നാദത്തിൽ പാടി ദൈവത്തെ മഹത്വപ്പെടുത്തുക. എന്തിനേറെ സഞ്ചിക്കകത്ത് കൈകിട്ട് ഒരു കല്ലെടുത്ത് കമണയിൽ വെച്ച് ഫെലിസ്ത്യന്റെ തിരുനെറ്റിക്കിട്ട് നോക്കി കൃപയിൽ നിറഞ്ഞ് ഒരൊറ്റ ഏറ് കൊടുത്തു. സൂക്ഷം കല്ല് തിരുനെറ്റി അവൻ കവണ്ണ് വീണു. എന്തിനേറെ വിസ്തരിക്കുന്നില്ല. കവണ്ണ് വീണപ്പം ഫോട്ടോ എടുത്ത് വാട്സപ്പിനകത്തും ഫേസ്ബുക്കിൽ ഇടുകയല്ല, ലൈവിലുണ്ട്. ഇതാണ് ഗോലിയാത്ത്, ഇതാണ് ഗോലിയാത്തിന്റെ നെറ്റി, ഇവിടെയാണ് ഞാൻ എറിഞ്ഞ കല്ല്, ഇതാണ് കല്ലിനെ ലൈക്ക് അടിച്ചാട്ട്. ഈ പൊട്ടൻ കടാപ്പനെയൊക്കെ എന്നാ ചെയ്യണം? ഇത് കല്ലിന് ലൈക്ക് അടിക്കുകയല്ല, അവൻ കവണ്ണ് വീണപ്പം ഫോട്ടോ എടുത്ത് നടക്കുകയല്ല. എന്റെ ഭാഷയിൽ പറയാ, വാക്യം വായിച്ചു, ശൈലി എന്റെതാ. ഓടി അങ്ങോട്ട് എന്ന് എന്റെ ഭാഷയാ, അവന്റെ നെഞ്ചത്ത് കയറി ചവിട്ടി ഗോലിയാത്തിന്റെ ഉറകിൽ നിന്ന് അവന്റെ വാൾ ഊരി അവന്റെ തല വെട്ടി ജയഭേരി മുഴക്കി വരിക. ഇതാണ് കാൽവറിയിൽ നടന്നത്. ഇതാണ് കാൽവറിയിൽ നടന്നത്. എന്താ 40 ദിവസമായിട്ട് ഒരുത്തം വെല്ലുവിളിക്കുക, കൊല്ലും 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 കൊല്ലും. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം മുതൽ അവൻ ജയഭേരി മുടക്കുക, മരണം മരണം മരണം, കൊല്ലും 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 കൊല്ലും. എത്ര എണ്ണത്തിനെ കൊന്നു? ഇപ്പോഴും അതിന്റെ ഭീതി വിതച്ചോണ്ടിരിക്കുകയല്ലേ. അപ്പോൾ ആ ദാവീദ് അങ്ങോട്ട് കയറി ചെന്ന് അവന്റെ ഉറയിൽ നിന്ന് അവന്റെ വാളൂരി അവന്റെ പെടലി വെട്ടി. ഇത് കാൽവറിയിൽ നടന്നു. മരണത്തിന്റെ അധികാരിയാകുന്ന പിശാചിനെ തന്റെ മരണത്താൽ കാൽവറിയിൽ വെച്ച് പരാജയപ്പെടുത്തി മരണഭീതികളിൽ അടിമപ്പെട്ട് കിടന്ന എന്നെയും നിന്നെയും യേശുവിന്റെ തിരുമരണത്താൽ, യേശുവിന്റെ തിരുമരണത്താൽ അവന്റെ ആയുധം, അതാ മരണത്തിന്റെ ആയുധം, അത് ഊരിയെടുത്തെന്ന് യേശു അവനെ ജയിച്ചു. ടി കേസ് പാടിയൊരു പാട്ടിന്റെ വരിയുണ്ട്, മരണത്താൽ മാറും അധിപതി പിൻപേ പോയവർ ലജ്ജിക്കുമ്പോൾ നാമത്തിൽ ജയ് വിളിക്കും. അമ്മേ മരണത്താൽ മാറും അധിപതി പിൻപേ പോയവർ ലജ്ജിക്കുമ്പോൾ നാമത്തിൽ ജയ് വിളിക്കും. ഓ മരണത്തെ ജയിച്ചൊരു ജയവീര, മരണത്തെ ജയിച്ചൊരു ജയവീര, ഒരു ഭാഗ്യവും അവരെ അനുഗമിപ്പതു യോഗ്യം. അവനെ അനുഗമിപ്പതു യോഗ്യം. ഓ യേശുവിൻ ജനമേ ഭയമെന്തിനകമേ ദേശവും കലങ്ങേണ്ട, നാം അവൻ ദാസരായി വസിച്ചില്ല. യേശുവിൻ ജനമേ ഭയമെന്തിനകമേ ദേശവും കലങ്ങേണ്ട, അവൻ ദാസരായി വസിച്ചില്ല. ഓ മരണത്താൽ
മാറും അതിപരിമിന്റെ പോയവർ ലജ്ജിക്കുമ്പോ അവൻ നാമത്തിൽ ജയ് വിളിക്കൂ. ഓ മരണത്തെ ജയിച്ചൊരു ജയമീല, മരണത്തെ ജയിച്ചൊരു ജയമീല. ഓ ജനത തീർന്നതൻ ഒരു യോമേ അവനെ ചുരുക്കി പറഞ്ഞാൽ മരണത്തിന്റെ അധികാരിയാകുന്ന പിശാചിനെ അടിച്ച് തേരയിട്ട് അവന്റെ ആയുധമെടുത്ത് അവൻ യേശു ജയിച്ചു. ഇതാ ദാവീദ് ചെയ്തത്. പ്രതിരൂപ സ്വരൂപമല്ലേ? ഈ ശുശ്രൂഷ യോനാഥാൻ കണ്ടോണ്ട് നിൽക്കുക. യോനാഥാൻ കണ്ടോണ്ട് നിൽക്കുക. ശുശ്രൂഷയൊക്കെ കഴിഞ്ഞപ്പം യോനാഥാന്റെ മനസ്സ് ദാവീദിന്റെ മനസ്സോട് യേശുവിനെ സ്നേഹിക്കാൻ കാര്യം അതാണ്. മരണഭീതി നിനക്ക് രക്ഷ തന്നു, നിന്റെ പാപത്തിൽ നിന്ന് നിന്നെ വിടുവിച്ചു, നിന്റെ രോഗത്തെ സൗഖ്യമാക്കി, നിനക്ക് സമാധാനം നൽകി, യേശു നിന്നെ രക്ഷിച്ചു. യോനാഥാന്റെ ഹൃദയം അങ്ങ് പറ്റിച്ചേർന്നു, സ്വന്തം പ്രാണനെ പോലെ. പക്ഷേ പറ്റിച്ചേർന്ന് ദാവീദുമായിട്ട് യോജിച്ചെങ്കിലും യോനാഥാൻ ജീവിച്ചിരുന്നില്ല അധികം നാള്. ഈ അപ്പന്റെ കൂടെ നിൽക്കുന്നത് കൊണ്ട് പുള്ളിയും പരുവക്കേടായി. അപ്പനാണ് കൃപയെന്നൊക്കെ പോയി നൊരയും പതയും ചാടി നിൽക്കുക. പിന്നെ ദാവീദ് കിന്നരം വായിക്കാൻ പുള്ളിക്ക് അല്പം ആശ്വാസമൊക്കെ കിട്ടും. എന്തിനാണ് വിവരിക്കുന്നില്ല. യോനാഥാൻ മരിച്ചു. പക്ഷെ മരിക്കുന്നതിന് മുന്നേ യോനാഥാൻ ദാവീദുമായിട്ട് ഗോതമ്പോയിലേക്ക് ഉടമ്പടി ചെയ്തേച്ച് പറഞ്ഞു, ദാവീദെ നീ പരമാർത്ഥിയാ, ഞങ്ങളുടെ അച്ചായം ശരിയല്ല. പിന്നെ എനിക്കിപ്പോ ഇവിടെ നിൽക്കുമ്പോൾ അത് പൊതുവിലൊന്നും പറയാൻ ഒക്കത്തില്ല. അച്ചായനെയും ശരിയല്ല, നൊരയും പതയിലെ ഭൂതവാ വീട്ടിൽ കിടന്ന് രാത്രി അലർന്നൊക്കെ കേൾക്കാം. സഭയെ വന്ന് എന്നെ സന്തോഷിപ്പിച്ച വാക്യവാക്യങ്ങളും വീട്ടിൽ മെനക്കേടാന്ന് പറഞ്ഞു. തന്നെയില്ല, അച്ചായൻ ഇടയ്ക്കിടയ്ക്ക് ഒരു അമ്മാമ്മയുടെ അടുക്ക പോകും. ഏതാ വെളിച്ചപ്പാട് അമ്മാമ്മ, എല്ലാവരും വരുത്തുന്ന അമ്മാമ്മയാ, പോകുന്നുണ്ടെന്ന്. ആകെ പരുവക്കേടാ. അതുകൊണ്ട് ഒരു കാര്യം പറയാം, നീ നിരപരാധിയാ, ദൈവം നിന്നെ രാജാവാകും, എന്നെ മറക്കരുത്. ഉടമ്പടി ചെയ്തെങ്കിലും ഉടമ്പടി ചെയ്ത യോനാഥാനും ജീവിച്ചിരുന്നില്ല, യോനാഥാനും പട്ടു. പക്ഷെ യോനാഥാൻ മരിച്ചെങ്കിലും ദാവീദ് ഉടമ്പടി തെറ്റിച്ചില്ല, ദൈവസന്നിധിയിൽ എടുത്തതാ. അതുകൊണ്ടാണ് ദാവീദ് ചോദിക്കുക, ഞാൻ യോനാഥാന്റെ നിമിത്തം ദയ ചെയ്യാൻ ആ കുടുംബത്തിൽ ആരെങ്കിലും ഉണ്ടോ? അപ്പോൾ സീവ എന്ന് പേരുള്ള ഒരുത്തം വന്ന്, സീവ വാക്കിന്റെ അർത്ഥം എരിവുള്ളവനെന്ന. എരിവ്, സഭയ്ക്കകത്തൊക്കെ എരിവുള്ളവര് വേണം. ഇപ്പൊ എരിവുണ്ടാകണമെങ്കിൽ മുളക് പൊടി വിതറണം. അല്ലാതെ അങ്ങനെയൊക്കെ വിതറിയ സഭകളുണ്ട്. ആ കുമ്പനാടിനടുത്തൊരു സഭയുണ്ട്, മുളക് പൊടി സഭയെന്ന് അറിയപ്പെടുന്നത്. ഈ ശുപാർശനൊക്കെ വീടിനടുത്താ. ഇപ്പോഴല്ല, വർഷങ്ങൾക്ക് മുളക് പൊടി വിതറി മുളക് പൊടി സഭയെന്ന് അറിയപ്പെടും. ഇവിടെ കാപ്പിപ്പൊടി ആയിരിക്കും ഇല്ലയോ? എന്തായാലും ഏതോ പൊടി, ഏതായാലും നായ്ക്കുണ പരിപ്പിന്റെ പൊടി വിതറാത്തത്. ചുരുക്കി പറഞ്ഞാൽ ദാവീദ് ഉടമ്പടി തെറ്റിച്ചില്ല, ദൈവസന്നിധിയിലെടുത്ത തീരുമാനമല്ലേ. ആരെയും കൊണ്ടപ്പോ സീബ എരിവുള്ളവൻ. അവൻ പറഞ്ഞ അച്ഛാ ഒരുത്തനുണ്ട്. ആരാ? മെഫീബോശത്ത്. ഏതാ? ഇവിടെ യോനാഥാന്റെ മകൻ, ശൗലിന്റെ കൊച്ചുമകൻ. ഇവിടെ ഉണ്ടോ? എല്ലാരും തീർന്നെന്നാണല്ലോ കേട്ടത്. അല്ലച്ചാ ഒരുത്തനുണ്ട്, മെഫീബോശത്ത്. എടാ എന്നാ അവനെ ഇങ്ങോട്ട് കൊണ്ടുപോവാ. അവൻ ഇവിടില്ല. അവൻ ലോദേമാരിൽ അമ്മിയേലിന്റെ മകനാകുന്ന മാക്കീറിന്റെ വീട്ടിലുണ്ടെന്ന് പറഞ്ഞു. ഈ ലോദേമാർ എന്ന് പറഞ്ഞ വരണ്ട സ്ഥലം. അവൻ അവിടെ പോയി. മെഫീബോശത്ത് അവിടെ പോകാൻ കാര്യം എല്ലാം വിവരിക്കുന്നില്ല. ദാവീദ് സിയോൻ കോട്ട പിടിക്കാൻ വരിക. പുറകോട്ടിറങ്ങിയാൽ ഈ സിയോൻ കോട്ട പിടിക്കാൻ വന്നപ്പോൾ ഇനി മെഫീബോശത്ത് ആരാ? കൊച്ചുമകൻ, യോനാഥാന്റെ മകൻ. ഇവനൊരു കുഴപ്പടിയുണ്ടെന്താ? മുടന്ത. വലത്തെ കാലാന്നോ ഇടത്തെ കാലാന്നോ? രണ്ടു കാലം മുടന്തി. എപ്പോഴാ മുടന്തിയെ? വീണപ്പോഴാ. എത്ര വയസ്സിലാ അമ്മ? എത്ര വയസ്സിലാ അമ്മ വീണേ? ഏ 8 വയസ്സോ? ജനിച്ച് വീണപ്പോഴേ അങ്ങ് മുടന്തി കിടക്കുക. ആയിക്കോട്ടെ ചോമേ. 4:4 വായിച്ചേ. ശമൂവേലിന്റെ 2-ാം പുസ്തകം 4:4. ശൗലിന്റെ മകനായ യോനാഥാന് 2 കാലം മുടന്തായിട്ടൊരു മകനുണ്ടായിരുന്നു.
ഇസ്രായേലിൽ നിന്ന് ശൗലിന്റെയും യോനാഥാന്റെയും വർത്തമാനം എത്തിയ സമയം അവന് 5 വയസ്സായിരുന്നു. 5 വയസ്സായിരുന്നു. അടുത്തത് അപ്പോൾ അവന്റെ ധാത്രി അവനെ എടുത്തുകൊണ്ട് ഓടി. അവൾ ബന്ധപ്പെട്ട് ഓടുമ്പോൾ ഓടിപ്പോകുമ്പോ കൊച്ചൻ താഴെ വീണ് കാല് രണ്ടും മുടന്തനായി പോയി. ജന്മന അല്ല ടോമേ, 5 വയസ്സിൽ 5 വയസ്സിൽ. എന്നാലും മോനെ ദൈവം അനുഗ്രഹിക്കട്ടെ, കടയിന്ന് കാര്യം പറഞ്ഞല്ലോ. അപ്പോൾ 5 വയസ്സിൽ മുടന്തി കൊച്ചിനെ എടുത്തോണ്ട് തള്ള ഓടിയതാ. 5 വയസ്സുള്ള കൊച്ചിനെ എടുക്കാവോ? അതിനെ എടുത്തോണ്ട് ഓടാവോ? നീ അണവാ ഓടിയാൽ ആക്കും ആരോഗ്യം ഉണ്ടല്ലേ ഓടണ്ടേ? അങ്ങനെ ചെയ്യാവോ? കൊച്ചുങ്ങളെയൊക്കെ വളർത്താൻ പഠിക്കണം. അതെ, കൊച്ചിനെ എടുത്തോണ്ട് ഓടി. ആ 5 വയസ്സിൽ താഴെ വീണും 2 കാലും മുടന്തി. അപ്പൊ ദാവീദ് സിയോൻ കോട്ട പിടിക്കാൻ വന്നപ്പോൾ സിയോൻ കോട്ടയ്ക്കകത്തുള്ള യബൂസ്യര്, വാക്കിന്റെ അർത്ഥം കര കയറാൻ മനസ്സില്ലാത്തവരെന്ന. അങ്ങനെയുള്ള ആൾക്കാർ നമ്മുടെ ഇടയിൽ ഒരു താല്പര്യവും ഇല്ല. പിന്നെ വെറുതെ വന്നിരിക്കുന്നതേ ഉള്ളൂ, ഒരു താല്പര്യവും. ആ കൂടെ വാച്ച് നോക്കുന്ന, കണ്ണട എടുത്ത് മടക്കി വെക്കുന്നു, ബാഗിന്റെ സിപ്പിട്ട് കാണിക്കുന്നു, മനസ്സിൽ താല്പര്യമൊന്നും ഞാൻ കണ്ടതല്ല. പിന്നെ യബൂസ്യര്. അപ്പൊ യബൂസ്യര് സിയോൻ കോട്ടയ്ക്കകത്ത് യബൂസ്യര് പറഞ്ഞു, ദാവീദ് സിയോൻ കോട്ടയെ കടക്കത്തില്ല. അതെന്നാ? എടാ, അവൻ ഇവിടെ കിടന്നാൽ നമ്മൾ ആരും പോകണ്ട, സിയോൻ കോട്ടയ്ക്കകത്തുള്ള മുടന്തന്മാരും കുരുടന്മാരും ചെന്നാ മതി. അപ്പൊ ദാവീദ് ഇത് കേട്ടു. പഴയ പ്രമാണമല്ലേ, പല്ലിന് പല്ലും കണ്ണിന് കണ്ണുമൊക്കെ അല്ലേ. ദാവീദ് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യും, ആദ്യം സിയോൻ കോട്ടയ്ക്കകത്തുള്ള മുടന്തനെയും കുരുടനെയും തട്ട. ഇത് സിയോൻ കോട്ടയിൽ പരസ്യമായപ്പോൾ അന്ന് ദാവീദിനെ പേടിച്ച് സിയോൻ കോട്ടയ്ക്കകത്തുള്ള സകല മുടന്തന്മാരും കുരുടന്മാരും സിയോൻ കോട്ട വിട്ടു. അക്കൂട്ടത്തില 5 വയസ്സിൽ താഴെ വീണ് മുടന്തിയ മെഫീബോശത്ത് സിയോൻ കോട്ട വിട്ട് ലോദേവാരി പോയി കിടക്കുക, വരണ്ട സ്ഥലത്ത്. അവൻ അവിടെ പോയി കിടക്കുക. പക്ഷേ ദാവീദ് ദയ നിമിത്തം പറയുക, അവനെ ഇവിടെ കൊണ്ടുവരുവാൻ എന്ന്. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ അവൻ ലോദേവാരിൽ അമ്മിയേലിന്റെ മകനാകുന്ന മാഗീരിന്റെ വീട്ടിൽ കിടന്ന് 2 കാലം മുടന്തിയ ശൗലിന്റെ കൊച്ചുമകനാകുന്ന യോനാഥാന്റെ മകനാകുന്ന മെഫീബോശത്തിനെ അവിടുന്ന് പൊക്കിയെടുത്ത് മഹാരാജാവാകുന്ന ദാവീദിന്റെ കൊട്ടാരത്തിൽ കൊണ്ടുവന്ന് നിർത്തി കാണത്തില്ല, ഇരുത്തി കാണും. കാരണം 2 കാലം മുടന്ത എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചത്. ഒരു കണ്ണിന് പോലും ദയ തോന്നാതെ എല്ലാവരാലും വെറുക്കപ്പെട്ട് പാപത്തിന്റെ പടുകുടിയിൽ പിശാചനാൽ പിടിക്കപ്പെട്ട് വരണ്ട സ്ഥലത്ത് ഞാനും നിങ്ങൾ ഒരു കാലത്ത് കിടന്നതാണ്. ചേട്ടനെയൊക്കെ പറഞ്ഞാൽ ചേട്ടന് 2 കാലം മുടന്തി വരണ സ്ഥലത്ത് കിടക്കുക, ഓടാനും മേലെ നടക്കാനും മേലെ. എന്നാൽ കീർവാണം പഠിക്കും. ഞാൻ ഏത് ഗോത്രമാണെന്ന് അറിയാമോ? ഞങ്ങൾ ബെന്യാമീൻ ഗോത്രമാണ്. ഞങ്ങൾ തോമാസ് ലീഗ 52 വന്നപ്പോൾ നിനക്ക് നടക്കാൻ മേലല്ലോ. തോമാതിരിയാലോ ഞങ്ങൾ ബെന്യാമീൻ. ഉടനെ അടുത്തത് ബെന്യാമീൻ ഗോത്രം. എന്റെ അപ്പച്ചന്റെ, എന്റെ ഗ്രാൻഡ് ഫാദർ ഭയങ്കര കാശായിരുന്നു. കീശും കാശും. ഞങ്ങൾ ഈ പൊടിയാട്ടുപുള്ളിയിൽ ആരാണെന്ന് ഇപ്പോൾ 2 ഉണക്ക ചപ്പാത്തി അടിച്ചു കിടക്കുകയല്ലേ? മനസ്സിലാകുന്നില്ല. ഞങ്ങൾ ബെന്യാമീൻ ഗോത്രക്കാരാ. കീശിന്റെ, എന്റെ ഗ്രാൻഡ് ഫാദർ കീശ്. പിന്നെ ഗ്രാൻഡ് ഫാദറിന്റെ ഫാദർ അല്ലേ? ഗ്രാൻഡ് ഫാദർ ശൗല്, ആദ്യത്തെ രാജാവ്. പിന്നെ എന്റെ അപ്പച്ചൻ യോനാഥാൻ, വല്യപ്പച്ചന്റെ അപ്പച്ചൻ. ചുമ്മാ ചളവ അടിക്കാതെ നീ മുടന്തി കിടക്കുകയല്ലേ, വരണ്ട സ്ഥലത്ത് കിടക്കുകയല്ലേ. ഇന്ന് രാത്രി നീ യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കുക. കുടുംബകാര്യവും പറ്റി പറഞ്ഞ്, വല്യപ്പന്റെ കാര്യവും പറഞ്ഞ്, ഏരിയ അല്ല ഞങ്ങളുടെ നാല് പറഞ്ഞ് നടക്കാതെ ഇന്ന് രാത്രി യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കുക. നിനക്ക് ഗുണം വരുമെന്നായി പറയുന്നത്. 2 കാലം മുടന്തിവനെ കൊണ്ടൊന്ന് നിർത്തി കാണുക, അല്ലെങ്കിൽ ഇരുത്തി കാണുക. ഇവൻ വന്ന് കൊട്ടാരത്ത് വന്ന പേരിന്റെ ആകവാള് വെട്ടിപ്പോയി. ഇവൻ ചിന്തിച്ച ചിന്ത എന്നാണെന്നറിയാമോ? അപ്പനെ കൊന്ന്, വല്യപ്പനെ കൊന്ന്, കുടുംബം മുഴുവൻ കുളം തോണ്ടി. എന്റെ ദൈവമേ, 2 കാലം മുടന്തി ലോദേവാരി കിടന്നിട്ടോ അവിടെയും കിടത്തത്തില്ലേ? കൊല്ലാനാണോ, അറക്കാനാണോ, കണ്ടിക്കാനാണോ, വിൽക്കാനാണോ, അവൻ തകർക്കാനാണോ? ഓടാനും വയ്യോ. ദൈവമേ, പെട്ടുപോകില്ലെന്നോർത്ത് പേടിച്ചരണ്ടപ്പോ അകത്ത് ഭീതി കയറിയപ്പോ മുഖത്ത് പ്രതിഫലിച്ചു. മുഖം കണ്ടപ്പോൾ ദാവീദിന് മനസ്സിലായി ഇവൻ പേടിച്ചരണ്ടിരിക്കുക. അതുകൊണ്ടാ 9-ന്റെ 7 പറഞ്ഞത്, ഭയപ്പെടേണ്ട, നീ പേടിക്കണ്ട, നിന്റെ വല്യപ്പന്റെ സ്വത്ത് മുഴുവൻ ഇന്ന് രാത്രി തിരിച്ചു തരിക എന്ന് പറഞ്ഞു. നിന്റെ അപ്പനോടുള്ള ദയനിമിത്തം നഷ്ടപ്പെട്ടു പോയ നിന്റെ വല്യപ്പന്റെ പിതൃസ്വത്ത് മുഴുവൻ ഇന്ന് രാത്രി നിനക്ക് തിരിച്ചു തരിക. എന്നെ കേൾക്കുന്ന ബഹുമാന്യരെ, അവൻ സ്വത്ത് നഷ്ടപ്പെട്ടു പോയ പിതാവിന്റെ സ്വത്ത് മുഴുവൻ
തിരിച്ച് ഞാൻ ഇങ്ങനെ വ്യാഖ്യാനിക്കുന്നത്, ആദി പിതാവാകുന്ന ആദാം മുഖാന്തരം മനുകുലത്തിന് നഷ്ടപ്പെട്ടതല്ല, ഒടുക്കത്തെ ആദാമാകുന്ന യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് തിരിച്ചു തരിക. ഹല്ലേലൂയ. നബിവാസനോട് പറയാ, നിന്റെ അപ്പന്റെ പിതൃസ്വത്ത് തിരിച്ചു തരികയാണ്. ഒന്നാമത്തെ ആദാം മുഖാന്തരം നഷ്ടപ്പെട്ടു പോയ മുഴുവൻ കാര്യങ്ങളും ഒടുക്കത്തെ ആദാമാകുന്ന യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് തിരിച്ചു തരിക. ഞാൻ ഒരു 10-12 പോയിന്റ് പറയണമെന്ന് ഉദ്ദേശിച്ചതാ. ഒരെണ്ണം പറയാം, അത് നഷ്ടപ്പെട്ടു പോയത്. ഒന്ന് വായിച്ചു. ഒന്ന്, നഷ്ടപ്പെട്ടു പോയത് ദൈവതേജസ്സ. ദൈവത്തിന് മഹത്വം. വായിച്ച ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിന്റെ 25 വായിച്ചേ. പെട്ടെന്ന് നിർത്താം. ഇങ്ങനെ ദൈവം അതതുതരം കാട്ടുമൃഗങ്ങളെയും അതുതരം കന്നുകാലികളെയും 26 മുതൽ വായിച്ചോ. 26 മുതൽ. അനന്തരം ദൈവം, നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക. അവർ സമുദ്രത്തിലുള്ള മത്സ്യത്തിന്മേലും ആകാശത്തിലുള്ള പർവ്വജാതിന്മേലും മൃഗങ്ങളിന്മേലും സർവ്വഭൂമിയിന്മേലും ഭൂമിയിൽ എഴുതുന്ന എല്ലാ ഇഴജാതിന്മേലും വാഴട്ടെ എന്ന് കൽപ്പിച്ചു. ഇങ്ങനെ ദൈവം സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. ദൈവത്തിന്റെ സ്വരൂപത്തിൽ അവനെ സൃഷ്ടിച്ചു. ദൈവത്തിന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും ദൈവം ഇവരെ സൃഷ്ടിച്ചു. അത് തേജസ്സാണ്. ദൈവത്തിന്റെ സാദൃശ്യത്തിൽ എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ ആദാമിനെ ദൈവം സൃഷ്ടിച്ചപ്പോൾ തേജസ് ഉണ്ടായിരുന്നു. ഈ തേജസ് ഉള്ളത് കൊണ്ട് നാണം തോന്നിയില്ല. എന്നാ വിസ്തരിക്കുന്നില്ല. തോട്ടത്തിൽ പാമ്പ് കയറി ഈ അമ്മയായിട്ട് കുശലാന്വേഷണം നടത്തി പാമ്പിന്റെ ഫോൺ നമ്പറിൽ തള്ള മേടിച്ച് രാത്രി പാമ്പിന് അമ്മാമ്മ മെസ്സേജ് അയച്ചു. പാമ്പ് ഒരു പാതിരാത്രി ആയപ്പോ അമ്മാമ്മയ്ക്കൊരു മിണ്ടുന്നില്ല. അമ്മാമ്മയും പാമ്പും കൂടെ വാട്സപ്പിൽ പാമ്പ് ചോദിച്ചു, ഉറങ്ങിയോ? അമ്മാമ്മ ഇല്ല. ഉടനെ പാമ്പ്, എന്നാ ഉറങ്ങാതെ? ഞാൻ ഇനി മുന്നോട്ട് പോകുന്നില്ല. എന്തിനാ മുന്നോട്ട് പോകുന്നേ? മെസ്സേജൊക്കെ നോക്കണേ, വാട്സപ്പൊക്കെ നോക്കണേ. പ്രമാണത്തിനും വചനത്തിനും നിരക്കാത്തതെല്ലാം എന്തുവാ ഡിലീറ്റ് ചെയ്യണം അല്ലേ? ഇംഗ്ലീഷ് ഇരിക്കാൻ തെറ്റിയോ? ഇല്ല. ചുരുക്കി പറഞ്ഞാൽ പാമ്പ് പാപം ചെയ്യിപ്പിച്ചു. കൽപ്പനാലംഘനത്തിൽ അകപ്പെട്ട് വിലക്കപ്പെട്ട കനി പറിച്ച് ഭുജിച്ചു. ആ വൃക്ഷഫലം തിന്മാൻ നല്ലതും കാണാൻ ഭംഗിയുള്ളതും ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യമെന്ന് സ്ത്രീ കണ്ടു ഫലം പറിച്ചു തിന്ന് ഭർത്താവിനും കൊടുത്തു. അടുത്ത വഴി ഉടനെ ഇരുവരുടെയും കണ്ണു തുറന്ന് തങ്ങൾ എന്ന് പറഞ്ഞു. ഇപ്പൊ നാണം തോന്നി. പാപം ചെയ്തത് കൊണ്ടാണ് നാണം തോന്നിയത്. അതിനങ്ങനെ തോന്നാൻ കാര്യം, നേരത്തെ നോട്ടമെല്ലാം ദൈവത്തിങ്കലാണ്. പാപം ചെയ്ത് കഴിഞ്ഞപ്പോ ദൈവത്തിലോട്ടുള്ള നോട്ടം മാറ്റി തന്നിലേക്ക് നോക്കാൻ തോന്നി. നോട്ടം തെറ്റുമ്പോൾ ആ പരുവക്കേടാകുന്നേ. സങ്കീർത്തനക്കാരൻ പാടി, ഞാൻ എന്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തും. നോട്ടത്തെ ലക്ഷ്യം തെറ്റുക എന്നുള്ളതാണല്ലേ പാപം. എന്തോ അഹമാർത്തിയ ഇരിക്കട്ടെ, ഇരിക്കല്ലേ, ഒരു ഗ്രീക്കോട്ടിരിക്കട്ടെ, ഏതായാലും നമ്മുടെ രോഗമല്ലേ. ലക്ഷ്യം തെറ്റി. നേരത്തെ ലക്ഷ്യം ദൈവത്തിലാ. തെറ്റി തന്നിലേക്ക് നോക്കിയപ്പോൾ നാണം തോന്നി. പാപം നിമിത്തം തേജസ് നഷ്ടപ്പെട്ടു. ഞാൻ വിവരിക്കുന്നില്ല. ഒന്നാമത്തെ ആദാം മുഖാന്തരം മനുഷ്യകുലത്തിന് തേജസ് നഷ്ടപ്പെട്ടു. ഒടുക്കത്തെ ആദാം മുഖാന്തരം ആ തേജസ് നമുക്ക് തിരികെ കിട്ടും. ലേഖനം പഠിക്കുമ്പോൾ, പക്ഷെ ഒരുവൻ മരിച്ചവൻ എങ്ങനെ വരുമെന്നും ഏത് വിധ ശരീരത്തോടെ വരുമെന്ന് ചോദിക്കുന്ന മൂഢ, നീ വിതയ്ക്കുന്നത് കത്തില്ലെങ്കിൽ തനിയായിരിക്കുന്നു. നീ വിതയ്ക്കുന്നത് ഗോതമ്പിന്റെയോ മറ്റു വല്ലതിന്റെയോ മണികളെത്ര ദൈവമോ ഓരോന്നിനും അതതിന്റെ ശരീരം കൊടുക്കുന്നു. സകല മാംസം ഒരുപോലുള്ള മാംസമല്ല. പക്ഷികളുടെ മാംസം വേറെ, മൃഗങ്ങളുടെ മാംസം വേറെ, കന്നുകാലികളുടെ മാംസം വേറെ. ഭൗമ ശരീരങ്ങളുമുണ്ട്, സ്വർഗീയ ശരീരങ്ങളുമുണ്ട്. ഭൗമ ശരീരങ്ങളുടെ തേജസ് വേറെ, സ്വർഗീയ ശരീരങ്ങളുടെ തേജസ് വേറെ. സൂര്യന്റെ തേജസ് വേറെ, ചന്ദ്രന്റെ തേജസ് വേറെ, നക്ഷത്രങ്ങളുടെ തേജസ് വേറെ. നക്ഷത്രം തമ്മിൽ തേജസ് കൊണ്ട് ഭേദമുണ്ട്. മരിച്ചവരുടെ പുനരുത്ഥാനവും അതുകൊണ്ടും തന്നെ ആമൻ ദ്രവത്വത്തിൽ വിതയ്ക്കപ്പെടുന്നു, മന്ത്രിത്വത്തിൽ ഉയർക്കുന്നു, അപമാനത്തിൽ വിതയ്ക്കപ്പെടുന്നു. തേജസ് ഉപയോഗിക്കുന്ന പ്രാകൃതിയെ വിതയ്ക്കപ്പെടുന്നു. ആത്മികനെ ഉയർക്കുന്ന പ്രാകൃതിയിൽ ഉണ്ടെങ്കിൽ ആത്മിക ശരീരം ഉണ്ടോ? ഒന്നാമത്തെ ആധാ, ഒടുക്കത്തെ ആധാ, രണ്ട് പ്രയോഗമുണ്ട്. ദൈവത്തിന് മഹത്വം. അപ്പോൾ ഒന്നാമത്തെ ആദാം മുഖാന്തരം നഷ്ടപ്പെട്ടു പോയ തേജസ് ഒടുക്കത്തെ ആദാമാകുന്ന യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് തിരികെ തരിക. നഷ്ടപ്പെട്ടതെല്ലാം തിരികെ തരും.
അതാ മെബീബോശയോട് പറഞ്ഞ് നിന്റെ പിതാവിന് നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു തരിക. ഒന്ന് രണ്ട് കാര്യം പറഞ്ഞ് നിർത്ത, ഏതായാലും സമയം പോയെന്നും അറിയാം, ദൈവത്തിന്റെ മഹത്വം. ഈ അധികാരം നമുക്ക് തിരികെ, അധികാരം നഷ്ടപ്പെട്ടു. 1:26 എന്ന് വായിച്ച 26 വെട്ടും ഉൽപ്പത്തി പുസ്തകം 1:26, 28. അനന്തരം ദൈവം നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക, അവൻ സമുദ്രത്തിലുള്ള മത്സ്യത്തിന്മേലും ആകാശത്തിലുള്ള പറവജാതിന്മേലും മൃഗങ്ങളിന്മേലും നീതി പരിപാലിച്ചു നാഥനെന്നു നാമികയാൽ, നീതി പരിപാലിച്ചു നാഥനെന്നും അതിമുതൽ കൺപേദരിച്ചോ നരാകുലത്തെ ആണും പെണ്ണുമായി. അപ്പൊ ദൈവത്തിൽപ്പെടാൻ ഇവർക്ക് അധികാരം കൊടുത്തു. ആദമന് അധികാരം കൊടുത്തു. ആ അധികാരമുള്ളത് കൊണ്ടാണ് സകല മൃഗങ്ങൾക്കും പേരിട്ട് ഒരെണ്ണ ചിമിട്ടം അനങ്ങിയില്ല, എല്ലാം അതിലേക്കൂടെ അങ്ങ് പോയി, അനങ്ങിയില്ല. പക്ഷെ പാപം ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരെണ്ണത്തിന് ആനവനെ കണ്ട അന്നേരം ആന കുത്തും, ചില്ലിക്കൊമ്പൻ അതാണെന്നും പറഞ്ഞു പോയി നിന്ന് മാത്രം. ഞാൻ ബന്ധുക്കോസാണെന്ന് പറഞ്ഞ് പുലിയുടെ മുന്നിൽ ചെന്ന് നിന്ന പുലി പറയാൻ ബേക്കുട്ടിഞ്ഞ് നമുക്ക് അകത്തോട്ട് പോകാന്ന് പറയും. നേരെ തെന്മലയ്ക്കാ പോകുന്നെന്ന് പറയും. നേരെ നമ്മുടെ ഹെഡ്ക്വാർട്ടേഴ്സ് വഴിയാ പോകുന്നത്, പുനലൂർ വഴി. കിടമ്പം കാണാം നമ്മുടെ അലവാ, നേരെ അങ്ങ് കൊണ്ടുപോകും. മനസ്സിലായോ? അധികാരമെല്ലാം പോയെന്ന്. പൂച്ച പോലും നിന്നെ വെക്കുന്നില്ല, മാന്തിയച്ചല്ലേ ഇന്നാള് പോയത്. അധികാരം നഷ്ടപ്പെട്ടു. പക്ഷെ ഒരു കാര്യം, ഈ അധികാരം നമുക്ക് തിരിച്ചു കിട്ടും. മത്തായി 28:18 അറിവുള്ള വാക്യമല്ലേ? ലൂക്കോസ് 12:10 ചേർത്ത് വായിച്ചോ. അധികാരം തിരിച്ചു കിട്ടുമെന്ന് കർത്താവ് തന്നെ പറഞ്ഞല്ലോ. ആ അധികാരം തന്നിരിക്കുകയല്ലോ. 28:18 പെട്ടെന്ന് വായിച്ചോ, സമയം പോകുന്നു. യേശു അടുത്ത് ചെന്ന് സ്വർഗ്ഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. യേശു പറയാ, സ്വർഗ്ഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക്. ലൂക്കോസ് 10:19 കൂടെ ചേർത്തൊന്ന് വായിച്ചു. ലൂക്കോസ് 10:19 ചേർത്തങ്ങോട്ട് വായിച്ചു. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം എന്ന് പറഞ്ഞ ആറാം മുഖാന്തരം നഷ്ടപ്പെട്ടു പോയ അധികാരം ഒടുക്കത്തെ ആറാമാകുന്ന യേശുക്രിസ്തു പറഞ്ഞ ഞാൻ നിങ്ങൾക്ക് അധികാരം തന്നിരിക്കുക. അപ്പൊ ചിലക്കൊരു സംശയം, ആന നമ്മൾ പറഞ്ഞാൽ കേൾക്കുമോ, പട്ടി നമ്മൾ പറഞ്ഞാൽ കേൾക്കുമോ, പുലി നമ്മൾ പറഞ്ഞാൽ പിന്നെ കേൾക്കും? തെളിവുണ്ട്. എന്തുവാ തെളിവ്? അതല്ലേ വിഷയം. അതിന് തെളിവ് കാണിച്ച് നോഹയുടെ പെട്ടകം, ഒറ്റ പെട്ടകത്തിലാ സകല കേസും കയറിയിരിക്കുന്നേ. ആ അധികാരം തിരിച്ചു തരുന്നതിന് തെളിവ് തരിക. ആരൊക്കെയാ പെട്ടകത്തിൽ കയറിയത്? മനുഷ്യരെ 8 എണ്ണം. നോഹിന്റെ തനയരായ ബേത്തും ശേമും ഹാമും. ശ്രുതിയിടും. നോഹിന്റെ തനയരായ ബേത്തും ശേമും ഹാമും മോഹനഗാത്രികളാം അവർ തൻ ഭാര്യമാരും. നോഹിന്റെ പത്നിയും വീടിന് കാവൽ നിൽക്കും കുക്കുരം. കുക്കുരം പട്ടിയാ. വീടിന് കാവൽ നിൽക്കും കുക്കുരം പട്ടി. പെട്ടകത്തിൽ കയറി പാപ്പച്ചന് വരെ കയറിയിട്ടില്ലേ? പാപ്പച്ചൻ ഇപ്പോഴും തോമാസ്ലിയുടെ കാര്യം പറഞ്ഞിരിക്കുക. വീടിന് കാവൽ നിൽക്കും കുക്കുരം. മാർജരം പൂച്ച. ഒരു മാർജാരൻ മനപൂരാത്രയിൽ അധികം തേടി നടക്കുന്നേരം തലതാജെന്നൊരു വളകൾ ചാടി കരവും കാലമിളക്കന്മേലാവരവചന ഭൂമ്യാവും പഠിച്ചു. അപ്പൊ
പൂച്ച പൂച്ച ഞാനെപ്പോഴും പറയും ബ്ലസ്സിയുടെ പൂച്ച പുസി ഇതിനകത്ത് കയറി. ബ്ലസ്സി ഇപ്പോഴും കണ്ണെഴുതി പൊട്ടും തൊട്ട് മറകും തൊട്ട് ഇങ്ങനെ ബ്ലസ്സിയെ പൂച്ച ഇതിനകത്ത് കയറി. അവളിപ്പോഴും വീടിന് കാമം നിൽക്കും കുക്കുരന്മാർ, ജനങ്ങൾ, ആടുമാടുകൾ, കന്നുകാലികൾ ഇത്യാദിക്കും കാട്ടിലെ മൃഗങ്ങളാ കേസരി സിംഹത്തിനകത്ത് കയറി. കാട്ടിലെ മൃഗങ്ങളാ കേസരി, ദന്താവളം, കാട്ടുപോത്തുക്കൾ, കരിമ്പുലിക്കോലവും, തുളശീലമാ പുള്ളിപ്പുലിജാലവും, അർത്യമർത്യ രൂപികൾ, തുള്ളിയോടിടും തുള്ളിമാനോട്, മുള്ളൻ പന്നി, വള്ളിമേക്കമ്പക്കളി നടത്തും, കരിമന്തി. കരിമന്തി വരെ ഇതിനകത്ത് കയറി. കറിയാച്ചൻ ഇപ്പോഴും കയറാൻ നിൽക്കുക. സാഗരകണ്ടോ ഇതിനകത്ത് കയറി. അപ്പോ ഈ അധികാരം നമുക്ക് തിരിച്ചു തരും. പെട്ടകത്തിനകത്ത് ഒരു പ്രശ്നവും ഇല്ലല്ലോ. ആൾക്കാർ വെളിയിൽ നിന്ന് ഒത്തിരി അഭിപ്രായമൊക്കെ പറയും. കുറുക്കൻ കയറിയ കോഴി കയറിയ പുറകെ കുറുക്കനും അകത്തോട്ട് ജമ്പുകം. കുറുക്കൻ ആദ്യം കയറി ഇങ്ങനെ ഇരിക്കുക. അന്നേരം ആണ്ട് കോഴി വരുന്നത്. എന്നെ കുറുക്കൻ ക്രൈസ്തവ സിസ്റ്റർ, എന്നെ കോഴിയമ്മ ജീസസ് സൗഖ്യമാണ്, കൃപയാണ് സിസ്റ്റർ നാട്ടിൽ. ഇത് പെട്ടകത്തിന് വെളി വെച്ചു വല്ലതും നടക്കുവോ? അതാണ് അധികാരം കിട്ടും. ഞാവെന്ന് പറഞ്ഞ് പൂച്ച കയറിയിരുന്ന പാണ്ട് എലി വരുന്നു. ഒന്ന് ബ്രദർ പ്രൈസറാണ്, ഒന്ന് എലി സ്തോത്രം സ്തോത്രം ഇരുന്നാട്ടെ. ഇതാ പെട്ടകം. അത് ഞാൻ വിവരിക്കുന്നില്ല, സമയം പോയത് കൊണ്ട് ഞാൻ അടങ്ങുക. ദൈവത്തിന്റെ മഹത്വം. പെട്ടകത്തിനകത്ത് അധികാരമാണ് യേശു. അതുകൊണ്ടാണ് പറഞ്ഞത് പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ അധികാരം. അപ്പൊ ഒന്നാമത്തെ ആദാം മുഖാന്തരം നഷ്ടപ്പെട്ടു പോയ സകലതും ഒടുക്കത്തെ ആദാമാകുന്ന യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് തിരികെ തരിക. ഒന്ന്, അവൻ തേജസ് നഷ്ടപ്പെട്ടു, ഒടുവിൽ തേജസ് തിരികെ കിട്ടും. രണ്ട്, അധികാരം നഷ്ടപ്പെട്ടു, ആ അധികാരം ഒടുക്കത്തെ ആദാം മുഖാന്തരം നമുക്ക് തന്നിരിക്കുക. ഒരു കാര്യം കൂടെ പറഞ്ഞ് നിർത്താം, മാറ്റി ഒന്നും പറയാൻ നേരമില്ല. ബാക്കി നാളെ തിരുവനന്തപുരത്ത് ഞാൻ പറയും. ദൈവത്തിന്റെ മകത്താ നഷ്ടപ്പെട്ടത്. അതാ 3:24 വായിച്ചേ. 3:24 ഉൽപ്പത്തി 3:24. ഇങ്ങനെ അവൻ മനുഷ്യനെ ഇറക്കിക്കളഞ്ഞു. ഇങ്ങനെ അവൻ മനുഷ്യനെ ഇറക്കിക്കളഞ്ഞു. ജീവന്റെ വൃക്ഷത്തിലേക്കുള്ള വഴി കാപ്പാൻ അവൻ ഏദൻ തോട്ടത്തിൽ എവിടുന്ന് ഇറക്കിക്കളഞ്ഞു? ഏദൻ പർദീസായിന്ന്. അപ്പോൾ ദൈവം തമ്പുരാൻ ഏദൻ പർദീസായിൽ നിന്ന് ആദ്യ മാതാപിതാക്കളെ ഇറക്കിക്കളഞ്ഞു എന്ന് പറഞ്ഞാൽ അവൻ പർദീസ നഷ്ടമായി. ഒന്നാമത്തെ ആദാം മുഖാന്തരം മനുകുലത്തിന് പർദീസ നഷ്ടപ്പെട്ടു പോയപ്പോൾ ഒടുക്കത്തെ ആദാം മുഖാന്തരം ഈ പർദീസ നമുക്ക് തിരികെ തരും. തെളിവ് തരും 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 തെളിവ് എന്തിനേറെ പറയാതിരിക്കാൻ ഒക്കത്തില്ല. നമ്മുടെ കർത്താവാകുന്ന യേശു തമ്പുരാൻ അന്ത്യത്താലം കഴിഞ്ഞ് കിത്തിരോന്തയുടെ കിടന്ന് ഒലിവുമലയുടെ കൈത്തമൊക്കെ കയറി അവ തോട്ടത്തിൽ പോയി നദി പ്രാണവേദനയിൽ പ്രാർത്ഥിച്ചു. വിയർപ്പ് രക്തത്തുള്ളിയായി നിലത്ത് വീണു. അവ യൂദയുടെ ഒറ്റക്കൊടുപ്പിനാൽ അവിടുന്ന് പ്രാണവേദനയിലായിരുന്നെങ്കിലും യൂദയുടെ ഒറ്റക്കൊടുപ്പില്ല വാളും വഴിയും തീപട്ടി പന്തങ്ങളുമായി അന്ന് രാത്രി തോട്ടത്തിൽ ചാടിക്കയറുമെന്ന് യേശുവിനെ ചുംബിച്ച് പിടിച്ചു കെട്ടി അവൻ വരിഞ്ഞു മുറിച്ച് കള്ളനെ കൊള്ളക്കാരനെ കൊലപാതകനെ കൊണ്ടുപോകുന്നത് പോലെ യേശുവിനെ പിടിച്ചു കെട്ടി അന്ന് രാത്രി മാറി മാറി വിസ്തരിച്ചു. അന്നാസും കയ്യപ്പാവും സന്നിധി സംഘങ്ങളും അവൻ എന്ത് വേണ്ട സകല മഹാപുരോഹിതന്മാര് എല്ലാം മാറി മാറി വിസ്തരിച്ചു. യാതൊരു കുറ്റവും കണ്ടില്ലെങ്കിലും ജനത്തിന്റെ ആരവാരോ ക്രോധമൊന്നും എടുത്തും യേശുവിനെ ക്രൂശിക്കണം, ബറബ്ബാസിനെ വെറുതെ വിട്ടുകൊടുക്കണം. മുൾക്കിരീടധാരിയായി മുഖത്ത് രോമമെല്ലാം ഇരുമ്പ് ചവണ കൊണ്ട് പിഴുതെടുത്ത് ദൈവത്തിന്റെ മഹത്വം അവനെ കുടിയപ്പെട്ടു നിൽക്കുന്ന യേശുവിന്റെ മുഖത്ത് ചാത്തവാർ കൊണ്ട് അടിക്കുക. കുതിരയുടെ തോല് നാരി നാരായി കീറി ഈയക്കട്ടയും ഉൾക്കൊളത്തും എല്ലും കിട്ടണം കൂട്ടിക്കെട്ടി കടോര കഥകന്മാരാകുന്ന കാട്ടാളന്മാരാകുന്ന റോമൻ പടയാളികൾ ദാക്ഷണ്യം കൂടാതെ അടിച്ച് ചാത്ത പറിക്കുമ്പോൾ മാംസം പറഞ്ഞു ഇരുന്ന് പർവ്വതയാത്മാവിൽ സങ്കീർത്തനക്കാരെ പറയുക മൂതക ഉടവുചാല് പോലെ നീളത്ത് കീറി മുൾക്കിരീടധാരിയായി മുള്ളകത്തോട്ടിന് കണ്ണുമണി തള്ളി മുഖത്തെ രോമമെല്ലാം പിടിതെടുത്ത് കണ്ണ് മൂടിക്കെട്ടി അവിടുത്തെ കണ്ണത്തടിച്ച് കേർക്കിച്ചു തുപ്പി ആക്ഷേപിച്ചു പരിഹാസിച്ചു. എങ്കിലും കുരിശുമരം ചുമന്നുകൊണ്ട് അവൻ ദൈവത്തിന് സ്വത്ത് കാൽവറിയുടെ കൊലമരത്തിൽ ചെന്ന് 2 ദുഷ്പ്രവർത്തിക്കാരുടെ നടുവിൽ അവൻ സ്വത്ത് ഇരുമ്പാടുകളിൽ ഏൽപ്പിക്കപ്പെട്ട് യേശു ആ ക്രൂശിൽ യാതന അനുഭവിച്ച് കിടക്കുന്ന
ഇരിക്കുമ്പോൾ ദുഷ്പ്രവർത്തിക്കാൻ ഒരുത്തൻ യേശുവിനെ ദൂഷിച്ചു. നീ ദൈവപുത്രനാണെങ്കിൽ ഇറങ്ങി വാ, ഞങ്ങളെ രക്ഷിക്ക്. ഇങ്ങനെ പീഡിപ്പിച്ചപ്പോൾ അവൻ മറ്റേ ദുഷ്പ്രവർത്തിക്കാൻ പറയാ, യേശുവേ നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും കൂടെ ഓർക്കണം. കർത്താവ് പറഞ്ഞ, ഇന്ന് നീ എന്നോട് കൂടെ പരദീസയിലിരിക്കും. അവൻ ആദിപിതാവാകുന്ന യാനാം മുഖാന്തരം നഷ്ടപ്പെട്ടു പോയ പരദീസ ഒടുക്കത്തെ യാനാം മുഖാന്തരം നമുക്ക് തിരികെ തരിക. ദൈവത്തിന്റെ മകന്റെ വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിന്റെ 2-ാം അധ്യായത്തിന്റെ 7 വായിച്ച് എന്റെ മെസ്സേജ് അങ്ങ് നിർത്തുക. വെളിപ്പാട് 2-ന്റെ 7 വായിച്ചാട്ട് ഈ പരദീസ നമുക്ക് തിരികെ തരും. വായിച്ചങ്ങ് നിർത്താൻ ദൈവത്തിന് മകത്വം. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. അടുത്തത്, ജയിക്കുന്നവന് ഞാൻ ദൈവത്തിന്റെ പരദീസയിലുള്ള ജീവവൃക്ഷത്തിന്റെ ഫലം ഇന്ന് രാത്രി 1-ാമത്തെ യാനാം മുഖാന്തരം നഷ്ടപ്പെട്ടു പോയ പരദീസ ഒടുക്കത്തെ യാനാം മുഖാന്തരം നമുക്ക് തിരിച്ചു തരിക. നഷ്ടപ്പെട്ടു പോയ പരദീസ തിരിച്ചു തരും. ഇന്ന് രാത്രി നിരാശപ്പെട്ടു പോകരുത്. യേശു നിന്നെ രക്ഷിക്കും, യേശു നിന്നെ വിടുവിക്കും. 1-ാമത്തെ യാനാം മുഖാന്തരം നഷ്ടപ്പെട്ടത് ഒടുക്കത്തെ യാനാം കാൽവറിയിൽ നമുക്ക് വേണ്ടി ജീവനെ തന്നു. അവിടുത്തെ തിരുജീവൻ തന്നതുകൊണ്ട്, തിരിയേറ്റം ചിന്തിക്കുന്നത് കൊണ്ട് ഇന്ന് രാത്രി തിരികെ തരികയാ. എല്ലാവരും അല്പസമയം ദൈവത്തെ സ്തുതിച്ചാട്ടെ. ആരും മൗനമായിരിക്കാതെ കർത്താവിന് മഹിമ കൊടുത്താട്ടെ. ആ പഴയ പാട്ടിന്റെ 2 ചരണം ചേർന്നുകൊണ്ട് പാടാ. നിത്യമായോ വാസസ്ഥലം നമുക്കുണ്ടു സ്വർഗത്തിൽ, നിത്യമായോ വാസസ്ഥലം സ്വർഗത്തിൽ. എല്ലാ പിതാക്കന്മാർ, മാലാഖർ, കുഞ്ഞുങ്ങൾ, സമീപവാസികൾ, ദേശവാസികൾ, വിശേഷിച്ച് കർത്താവിന്റെ ദാസന്മാർ എല്ലാവർക്കും ഒരു നിമിഷം ഒന്ന് എഴുന്നേറ്റിരിക്കാം. 1 മിനിറ്റ് ഒട്ടി നിങ്ങളുടെ കരങ്ങൾ വീശി ദൈവത്തിൽ ഒന്ന് മഹത്വപ്പെടുത്തിയാണ്. ഇന്നും എന്നേക്കും വീശി നിങ്ങളുടെ മേൽ പ്രകാശിപ്പിച്ച് നിങ്ങളോട് കൃപയുള്ളവനാകട്ടെ. യഹോവ തിരുമകൻ നിങ്ങളുടെ മേൽ ഉയർത്തി നിങ്ങൾക്ക് സമാധാനം നൽകുമാറാകട്ടെ.